DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മെയ് മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡ് ആനുകൂല്യം ലഭിക്കുന്നവരുമെല്ലാം അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് വന്നിരിക്കുന്നത്. കൂടാതെ മെയ് മാസത്തിൽ 3200 രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണവും സർക്കാർ നടത്തുവാൻ പോവുകയാണ്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ആദ്യത്തെ അറിയിപ്പ്: സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള 16 തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ 11 ചുരുക്കുന്നതിന്റെ മുന്നോടിയായി ഇരട്ട അംഗത്വമുള്ള തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ പരിശോധന ആരംഭിച്ചു. 40 ലക്ഷത്തോളം പേരുടെ പരിശോധന പൂർത്തിയാകുമ്പോൾ ഇരട്ട അംഗത്വം ഒഴിവാക്കി ബാക്കിയുള്ളവർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകും. ആധാർ, പാൻ കാർഡുകൾ, ബാങ്ക് പാസ്ബുക്ക്, മൊബൈൽ നമ്പർ തുടങ്ങിയവ സഹിതം തൊഴിലാളികൾ അപ്ഡേഷൻ നടത്തുന്ന ആദ്യഘട്ടം പൂർത്തിയായി. വിവരം ശരിയാണോ എന്ന് പരിശോധിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ജൂലൈ 31 വരെ തൊഴിലാളികൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട്. സ്വന്തമായോ ബോർഡ് അക്ഷയ കേന്ദ്രം വഴിയോ ഇത് പൂർത്തിയാക്കാം. സാമ്പത്തിക സ്വയം പര്യാപ്തതയ്ക്കും സുഗമ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ബോർഡുകളുടെ ലയനമെന്നാണ് സർക്കാർ വാദം. ഭൂരിഭാഗം ബോർഡുകളും അംഗങ്ങൾക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ പ്രയാസപ്പെടുകയാണ്. വിവിധ ബോർഡുകളെ സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും സംയോജിപ്പിക്കുന്നതിന്റെ സാങ്കേതികത പരിശോധിച്ചു വരികയാണ്. ബോർഡുകൾ ലയിപ്പിക്കുന്നതോടെ ജില്ലാ ഓഫീസുകളിലടക്കം ജീവനക്കാരുടെ എണ്ണവും കുറയ്ക്കും. സർക്കാരിലെ മറ്റ് വകുപ്പുകളിലായി 15 ക്ഷേമനിധി ബോർഡുകൾ കൂടി നിലവിലുണ്ട്. പുതിയ നടപടിയനുസരിച്ച് നിലനിർത്തുന്ന ക്ഷേമനിധി ബോർഡുകൾ ഇനി ഇവയായിരിക്കും: കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കള്ളി വ്യവസായ ക്ഷേമനിധി ബോർഡ്. നിലവിലുള്ള അബ്കാരി ക്ഷേമനിധി ബോർഡ് ഇതിൽ ലയിപ്പിക്കും. അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ്, ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, നിലവിലുള്ള ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ ലയിപ്പിക്കും. തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, നിലവിലുള്ള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, ഈറ്റ, കാട്ടുവള്ളി, തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിലേക്ക് ലയിപ്പിക്കും. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ്, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, നിലവിലുള്ള ബീഡി ആൻഡ് സിഗാർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ ലയിപ്പിക്കും. ഇങ്ങനെയാണ് നിലനിർത്തുന്ന ക്ഷേമനിധി ബോർഡുകൾ. ഇനി സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട കാര്യങ്ങളാണ്. മെയ് മാസത്തിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3200 രൂപയായിരിക്കും ഓരോരുത്തർക്കും ലഭിക്കുക. പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിലവിൽ 3 ഗഡു പെൻഷൻ തുകയാണ് കുടിശ്ശികയായിട്ടുള്ളത്. അതിൽ ഒരു ഗഡുവായ 1600 രൂപ മെയ് മാസത്തിൽ വിതരണം ചെയ്യുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ കുടിശ്ശിക തുക മെയ് മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ചേർത്ത് അങ്ങനെ 3200 രൂപയായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ഇതിനായി 1800 കോടി രൂപ ധനവകുപ്പ് വകയിരുത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് മാസത്തിന്റെ അവസാന ആഴ്ചയിലോ 25-ാം തീയതിക്ക് ശേഷമോ ഒക്കെയാണ്. എന്നാൽ വിഷുവൊക്കെ പ്രമാണിച്ച് ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ 10 മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നു. മെയ് മാസത്തിൽ 2 മാസത്തെ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം മെയ് പകുതിക്ക് ശേഷം നടത്തുമെന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിനാൽ മെയ് 15-ന് ശേഷം സംസ്ഥാനത്ത് 2 മാസ പെൻഷൻ തുകയായ 3200 രൂപയുടെ വിതരണം ഉണ്ടാകുന്നതാണ്. വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.